പക്ഷെ അതിനേക്കാൾ ചില വലിയ ഭീകരവാദികൾ നമ്മുടെ രാജ്യത്തുണ്ട്. എനിക്ക് പറയാനുള്ള ആദ്യം അതിനെയാണ് അടിച്ചു ഒതുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് മതി നമുക്ക് അതിർത്തിയിലേക്ക് പോക്ക്. ഇതിനകത്ത് കിടന്ന് ഇവിടുത്തെ ഉപ്പും ചോറും എല്ലാം ഭക്ഷിച്ച് ഇവിടുത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ഇവിടുത്തെ സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കി ഈ രാജ്യത്തിനെതിരെ വിളിച്ചു പറയുന്നത്. ഇപ്പം തന്നെ ഈ യുദ്ധം മറ്റേ നല്ലതല്ല അതിനെതിരെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം സാഹിത്യ അക്കാദമിയുടെ മുമ്പിൽ നിന്ന് ഒരു 6-7 പേര് ഒരു യാത്ര ഒരു ജാഥ നടത്താനുള്ളൊരു പദ്ധതി പ്ലാൻ ചെയ്തു. പോലീസും ഈ നാട്ടിലെ ജനങ്ങളും ഒന്നടക്കം ഇറങ്ങി ആ ജാഥ തുടങ്ങുന്നതിന് മുമ്പായി എല്ലാത്തിനും തൂക്കിയെടുത്തുകൊണ്ട്. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? എവിടെ ആർക്കാ വിഷമം? ഒരു രാജ്യം ഒരു വലിയ യുദ്ധഭീഷണി നേരിടുമ്പോൾ ഒറ്റക്കെട്ടായി നിന്നിട്ട് ഗവൺമെൻറ്റിന് വേണ്ട പിന്തുണയും സൈന്യത്തിന് വേണ്ട പ്രോത്സാഹനം കൊടുക്കൽ നമ്മൾ ചെയ്യേണ്ടത്. അതിന് ഇവിടെ വിമതന്മാരുടെ സ്വരത്തിൽ സംസാരിക്കുക, എന്താ യുദ്ധം വേണ്ട നമുക്ക് സമാധാനം മതി എന്ന് പറയുക. ഈ 26 പേര് തേൽഗാമിൽ കൊന്നതല്ലപ്പം ഇവരൊക്കെ എവിടെയായിരുന്നു? അവരോട് ഞങ്ങൾക്കൊരു അഭിപ്രായമില്ല. അവർ പല നോണങ്ങൾ പറയുന്നു, അവരങ്ങനെയാണ് ഇവയാണ്. അതല്ല, ഗ്രൗണ്ടിൽ കാണിക്കുക. ഗ്രൗണ്ടാണ് നമുക്ക് മെയിൻ. ഗ്രൗണ്ടിലില്ലെങ്കിൽ പ്രതിപക്ഷം എന്താ? മോദിയല്ല എല്ലാം ഞങ്ങൾക്ക് ചെയ്തു തരുന്നത്. ഞങ്ങൾക്ക് ശമ്പളം കൂട്ടിയത് മോദിയാണ്. ഒരു മറ്റുള്ള ഗവൺമെൻറ് ആരും കൂട്ടിയില്ല. വൺ റാങ്ക് വൺ പെൻഷൻ മോദിയാണ് ഔട്ട് ചെയ്തത്. വേറൊരു ഗവൺമെൻറ് തരാമെന്ന് പറഞ്ഞാൽ തന്നില്ല. കടപ്പാട് മോദിയാണ്. 100% വിശ്വാസം മോദിയാണ്. സേന കംപ്ലീറ്റ് മോദിയോടെയാണ് ഇന്നത്തെ. കാരണം നിങ്ങൾക്ക് തന്നെ അറിയല്ലോ, ഇന്ന് മോദിയോടെയാണ് എല്ലാവരും. നമസ്കാരം. സാറ് ആർമി ഉദ്യോഗസ്ഥനായിരുന്നു. അതെ അതെ സാർ, ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു യുദ്ധസമാനമായിട്ടുള്ള സംഘർഷം അവസാനിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് രാജ്യവ്യാപകമായിട്ട് കോൺഗ്രസ് ഒരു കാര്യം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ടാണ് ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ചത്, അല്ലെങ്കിൽ യുദ്ധസമാനമായ സംഘർഷം അവസാനിപ്പിച്ചത്. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെന്ന് ഒരു ആർമി ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ താങ്കളത് വിശ്വസിക്കുന്നുണ്ടോ? കോൺഗ്രസ് എന്താണ് അതിർത്തി നടക്കുന്നതെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ അവർക്കുണ്ടോ? അവർക്ക് മൈക്ക് മുമ്പിൽ കിട്ടിയാൽ എന്തെങ്കിലും വിളിച്ചു പറയണം. അത് അവരുടെ വളരെ വർഷങ്ങളായിട്ടുള്ളൊരു സ്വഭാവമാണ്. അതിർത്തിയിലെ സംഘർഷത്തിൽ ഇന്ത്യ ശക്തമായ അടിച്ച് പപ്പടാക്കിയിട്ടുണ്ട് പാകിസ്ഥാനെ. അത് ഈ കോൺഗ്രസിന് അറിയോ? ഈ പറഞ്ഞ ഈ വക്താക്കളൊക്കെ ഒന്ന് അതിർത്തി പോയിട്ടൊന്ന് ഡയറക്റ്റ് പോയി നോക്കട്ടെ അവിടെ എന്തുണ്ടായിരുന്നു. വേണമെങ്കിൽ പാകിസ്ഥാന് വേണ്ടി കഴിയുന്നില്ലേ അവർ? അവിടെ പോയിട്ട് അവിടെയും നോക്കട്ടെ എന്താണ്ടായിട്ടുള്ളതെന്ന്. ട്രംപ് പലതും അവിടെ ഇരുന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ തന്നെ വാർത്തകൾ വിടുന്നുണ്ട്. ഇന്ത്യ അതിന് ലൈവായിട്ടുള്ള വീഡിയോസും മറ്റുള്ള ഫോട്ടോഗ്രാഫ്സും അടക്കമുള്ള മറുപടിയാണ് കൊടുത്തുകൊണ്ടിരിക്കണേ. ഇന്ത്യയെ സംബന്ധിച്ച് എവറി ഇന്ത്യൻസ്, നമ്മൾ എല്ലാ ഇന്ത്യക്കാർക്കും വളരെ രോമാഞ്ചം കൊള്ളുന്ന ഒരു സമയമാണിപ്പോൾ. കാരണം അത്രയും മാരകമായിട്ടുള്ളൊരു പ്രഹരമാണ് ഈ യുദ്ധത്തിൽ പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത്. അത് ഒരു നീണ്ടുപോയി കഴിഞ്ഞാൽ കൂടുതൽ സംഘർഷത്തിലേക്കും പിന്നീട് വലിയ വലിയ ഇഷ്യൂസിലേക്കും മാറി അതിൻ്റെ ആ കോൺസിക്വൻസ് എന്താണെന്നൊക്കെ ഇരു രാജ്യങ്ങൾക്കും ബോധ്യമായതുകൊണ്ട് അത് ഇടയ്ക്ക് വെച്ച് അത് നിർത്താനായിട്ട് ഇരു കൂട്ടരും തീരുമാനിച്ചു. അതിൽ പാകിസ്ഥാൻ്റെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് ഇന്ത്യ ഈ യുദ്ധം നിർത്തിവെച്ചത്. ഇപ്പോഴും സിന്ധു നദിയിലെ വെള്ളം തുറന്നു കൊടുക്കണമെന്നും പറഞ്ഞ് അവർ കാല് പിടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കോൺഗ്രസിന് പറയുന്നതൊന്നും ഈ രാജ്യത്തെ ജനങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇപ്പോൾ ഈ സാറിൻ്റെയൊക്കെ ഒരു സൈനിക ജീവിതത്തിൽ ഇതുപോലെ ഒരു തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത്രയും വലിയ രീതിയിൽ ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് ആയിരുന്നു ആ സമയത്ത് ഭരിച്ചിരുന്നത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സൈന്യത്തിന് വേണ്ടത്ര നല്ല വെപ്പൺസോ അല്ലെങ്കിൽ എന്തിനെ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് പോലെയുള്ള -4-5 ഡിഗ്രി സെൽഷ്യസുള്ള ഈ രാജ്യങ്ങളിലെ ടെക്സ്റ്റൈൽ മെറ്റീരിയൽസ് പോലും നമുക്ക് പ്രോപ്പർലി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നീട് ആ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം പ്രധാനമന്ത്രിയെ വന്നപ്പോഴാണ് സൈന്യത്തിനെയാണ് ഏറ്റവും അധികം പരിഗണിക്കേണ്ട ഒരു തിരിച്ചറിവ് വരികയും തുടർന്ന് അങ്ങോട്ട് സൈന്യത്തിന് സുവർണ്ണ കാലഘട്ടമാണ്. എൻ്റെ ഫാദർ ആർമിയിലായിരുന്നു. അന്ന് അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള ഒരു ആനുകൂല്യങ്ങളാണ് അന്നത്തെ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ കിട്ടിയിരുന്നത്. പക്ഷേ ഇന്ന് എന്താണ്? ഇന്ന് ഒരു സൈനികന് എന്തെങ്കിലും അപകടമരണം സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ആ കുടുംബം ഗവൺമെൻറ്റിൻ്റെ കരങ്ങളിൽ ഭദ്രമാണ്. അത്രയധികം സൗകര്യങ്ങളും സംരക്ഷണവും ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഭീകരവാദത്തെ പൂർണ്ണമായിട്ടും ഒരു പരിധിവരെ അതിർത്തി മേഖല അടിച്ചൊതുക്കാനായിട്ട് നമ്മുടെ രാജ്യത്തിന് സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന് ഒരു വിധത്തിലും അത് അടിച്ചൊതുക്കാൻ പറ്റാത്തൊരു സാഹചര്യമില്ല. പക്ഷേ അതിനേക്കാൾ ചില വലിയ ഭീകരവാദികൾ നമ്മുടെ രാജ്യത്തുണ്ട്. എനിക്ക് പറയാനുള്ള ആദ്യം അതിനെയാണ് അടിച്ചൊതുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് മതി നമുക്ക് അതിർത്തിയിലേക്ക് പോക്ക്. ഇതിനകത്ത് കിടന്ന് ഇവിടുത്തെ ഉപ്പും ചോറും എല്ലാം ഭക്ഷിച്ച് ഇവിടുത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ഇവിടുത്തെ സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കി ഈ രാജ്യത്തിനെതിരെ വിളിച്ചു പറയുന്നത്. ഇപ്പം തന്നെ ഈ യുദ്ധം മറ്റേ നല്ലതല്ല അതിനെതിരെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം സാഹിത്യ അക്കാദമിയുടെ മുമ്പിൽ നിന്ന് ഒരു 6-7 പേര് ഒരു യാത്ര ഒരു ജാഥ നടത്താനുള്ളൊരു പദ്ധതി പ്ലാൻ ചെയ്തു. പോലീസും ഈ നാട്ടിലെ ജനങ്ങളും ഒന്നടക്കം ഇറങ്ങി ആ ജാഥ തുടങ്ങുന്നതിന് മുമ്പായി എല്ലാത്തിനും തൂക്കിയെടുത്തുകൊണ്ടുപോയി. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? എവിടെ ആർക്കാ വിഷമം?
ഒരു രാജ്യം ഒരു വലിയ യുദ്ധഭീഷണി നേരിടുമ്പോൾ ഒറ്റക്കെട്ടായി നിന്നിട്ട് ഗവൺമെൻറ്റിന് വേണ്ട പിന്തുണയും സൈന്യത്തിന് വേണ്ട പ്രോത്സാഹനം കൊടുക്കൽ നമ്മൾ ചെയ്യേണ്ടത്. അതിന് ഇവിടെ വിമതന്മാരുടെ സ്വരത്തിൽ സംസാരിക്കുക, എന്താ യുദ്ധം വേണ്ട, നമുക്ക് സമാധാനം മതി എന്ന് പറയുക. ഈ 26 പേര് തേൽഗാമിൽ കൊന്നതല്ലിപ്പം ഇവരൊക്കെ എവിടെയായിരുന്നു? ഒരക്ഷരം ഇവർ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ പാകിസ്ഥാനെ എന്താ നശിപ്പിച്ച് കളയാൻ ഇവിടുത്തെ സൈന്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങളിത് ഇവിടെ ഈ കൂടിയിരിക്കുന്ന വിമുക്തഭടന്മാർ തന്നെ ധാരാളം. ഇപ്പോൾ ഈ സാർ, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇതുപോലെ ഒരു അറ്റംപ്റ്റ് ഭീകരവാദികളുടെ ഭാഗത്ത് നടക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും അതോടൊപ്പം തന്നെ പല ഗ്രൂപ്പുകൾ, ജിഹാദി ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ ഈ മോദി വിരുദ്ധരായിട്ടുള്ള ആളുകളെല്ലാവരും നെഗറ്റീവായിട്ടൊരു കമൻറ്റുകൾ അടിച്ചിരുന്നു. ഇതിന് സംശയത്തിൻ്റെ നിഴലിൽ, കാരണം ഇത് പുൽവാമ ഭീകരാക്രമണം ഉണ്ടായ സമയത്തും ഇതുപോലൊരു കാര്യം പറഞ്ഞിരുന്നു, കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിൻ്റെ പുറകിലെന്നുള്ള രീതിയിൽ പ്രചരണം. അത് ഇത്തവണയും ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കാനുള്ളത്? അല്ല, അതിൽ എനിക്ക് ഒരു കാര്യത്തിൽ കോൺഗ്രസിനോട് നന്ദി പറയാനുള്ളത്, വരാൻ പോകുന്ന തൃശ്ശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടാണ് ഈ തേൽഗാമിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്നവർ പറയാഞ്ഞത് ഭാഗ്യം. കാരണം ഓരോരോ ആക്രമണം ഉണ്ടാകുമ്പോഴും അതിനോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുക എന്നുള്ളത് ഇവരുടെ കൂടപ്പുറപ്പാണിത്. ഇതിനൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ വില വയ്ക്കുന്നില്ല. അവിടെ തീവ്രവാദികളെ ആയുധമെടുത്തു, അവർ നശിപ്പിച്ചു, അതിന് നമ്മൾ തിരിച്ചടിക്കാം. നമുക്കത്രേ ചെയ്യാനുള്ളൂ. മാത്രമല്ല, മേലാൽ ഇത്തരത്തിൽ ചിന്തിക്കാൻ പോലും ചെയ്യാനാവാത്ത തരത്തിൽ പാകിസ്ഥാനെ കൈകാര്യം ചെയ്യുക, തീവ്രവാദികളെ കൈകാര്യം ചെയ്യുക. അതിൽ ഈ രാഷ്ട്രം ഒറ്റക്കെട്ടാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ നടത്തിയതിന് ശേഷം രാജ്യത്തെ ജനങ്ങളിടയിൽ വലിയൊരു ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട്. തിരിച്ചടിക്കും നമ്മുടെ ഭരണകൂടം അങ്ങനെ ഒരു സംഭവമാണെന്നുള്ളത്. പക്ഷേ ഇതിനിടയിൽ മുൻകാലങ്ങളിൽ പാകിസ്ഥാന് വലിയ രീതിയിലുള്ള മറുപടികൾ കൊടുത്ത രീതിയിലാണ് കോൺഗ്രസിൻ്റെ പ്രതികരണം. പല പല ചോദ്യങ്ങളായിട്ട് BJPയുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഈ ഒരു സമയത്ത് പറയാനുള്ളത്? കോൺഗ്രസ് എന്തൊക്കെ തരത്തിലുള്ള തിരിച്ചടി കൊടുത്തു എന്നുള്ളത് നമ്മൾക്ക് ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ, നമുക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയുന്നതല്ലേ. കോൺഗ്രസ് കൊടുത്ത തിരിച്ചടിയും BJP കൊടുത്ത തിരിച്ചടിയും തമ്മിലൊരു കമ്പാരിസൺ നടത്തി നോക്കാം. നമ്മൾ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ബാലാക്കോട്ടിലേക്ക് അങ്ങോട്ട് കയറിയാണ് അടിച്ചത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പോൾ ഈ പഹൽഗാമിൽ വന്നതിന് ശേഷം ഇപ്പം എന്താ ഉണ്ടായേ? നമ്മളവിടെ കയറി അടിച്ചു. ഈ കറാച്ചിക്ക് അടുത്ത് വരെ പോയിട്ട് നമ്മൾ മിസൈലിട്ടില്ലേ. പിന്നെ നമ്മുടെ എല്ലാം മെയിൻ 1-2 ഐറ്റംസ് നമ്മളിപ്പോഴും പ്രയോഗിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം. പാകിസ്ഥാൻ ഇനി നമ്മുടെ നേരെ വിരൽ ചൂണ്ടിയാൽ ആ ഒരു രാഷ്ട്രം ഭൂപടത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ പ്രിപ്പയർഡാണ്. സാറേ നമസ്കാരം. പേര് സാറേ? സുരേന്ദ്രൻ. എത്ര വർഷമായിട്ട് സൈന്യത്തിലുണ്ടായിരുന്നു? സൈന്യത്തിൽ 40 ഇപ്പോഴത്തെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാട്, അത് ഒരു സൈനികൻ എന്നുള്ള നിലയിൽ താങ്കൾ സംതൃപ്തനാണ്? കാരണം എന്താ? മോദിയാണ് ഞങ്ങൾക്ക് ഒരു തണൽ കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മോദിയോട് ഞങ്ങൾ മരിക്കാൻ വരെ തയ്യാറാണ്. മോദി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടിയില്ല. ഇപ്പോൾ ഈ സാറൊക്കെ ഇതിൽ പ്രവർത്തിക്കുന്ന സമയത്ത്, ആർമിയിലുണ്ടായ സമയത്ത് ആയിരുന്നല്ലോ, കാർഗിൽ യുദ്ധം ആ ഒരു സമയത്തായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് ഒരു സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഇപ്പോഴത്തെ ഒരു ഗവൺമെൻറ്റും അന്നത്തെ ഗവൺമെൻറ്റും വെച്ച് നോക്കുമ്പോൾ കണ്ടോനം വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ ഗവൺമെൻറ് ഞങ്ങൾക്ക് എല്ലാം തന്നിട്ടുണ്ട്, എല്ലാ ധൈര്യവും തന്നിട്ടുണ്ട്, എന്തും ചെയ്യാൻ തന്നിട്ടുണ്ട്. ഞങ്ങളുടെ മേലെ വിട്ടേക്കാണ്, ഞങ്ങൾ എന്തും ചെയ്തോ. ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് ഈ ഒരു യുദ്ധവുമായി അല്ലെങ്കിൽ ഈ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട് എന്താണ് അവരോട് പറയാൻ? ചിന്തിക്കണില്ല, പ്രതിപക്ഷത്തിന്റെ ചിന്തിക്കണില്ലേ. പ്രതിപക്ഷം ഞങ്ങൾക്ക് ഇല്ലല്ലോ. സ്നേഹം പറയുന്നുണ്ടല്ലോ നിങ്ങൾ. സ്നേഹം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. പ്രവർത്തനം അവർ വളരെ ജീവമാണ്. ഞങ്ങൾ അവർ ചിന്തിക്കണില്ല. ഞങ്ങളുടെ മോദിന് മാത്രം മതി. ഏറ്റവും വലിയ ഞങ്ങൾ മോദിയാണ്. മോദി ഉണ്ടോ ഇന്ത്യ ഉണ്ട്. മോദി ഇല്ല ഇന്ത്യ അവരെ പോയ തന്നെ. ഈ ഭീകരവാദികളുടെ ഈ ഒരു വലിയ ആക്രമണങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് ഇപ്പോൾ അവസാനം പെഹൽഗാം വരെ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്നുകൂടിയും ഭീകരവാദികളെ കൊലപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഒരു ഭീകരവാദിയെ കൂടി ഇന്ന് കൊലപ്പെടുത്തിയിട്ടുണ്ട്. സൈന്യം അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരാനിരിക്കുന്ന സമയങ്ങളിൽ ഭീകരവാദികളുടെ ഒരു സമയം അല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇനിയൊരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുണ്ടാവില്ല. ഇന്ത്യയിൽ ഇനി കേരളത്തിൽ നിന്ന് തുടച്ചു പറ്റും ഇന്ത്യയിൽ നിന്ന്. ആ അവസ്ഥയാണ് അവരെ പോകുന്നത്. ഇനി അങ്ങനെ ഒരു തീവ്രവാദികൾ ഉണ്ടാവില്ല. മോദി ഉള്ളിടത്തൊന്നും ഉണ്ടാവില്ല. രാജ്യത്തിന്റെ അകത്തുള്ള ഭീകരവാദികൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് ഞങ്ങൾക്ക് അറിയാലോ എങ്ങനെ തീർക്കാം. ഞങ്ങൾക്ക് സൈഡുണ്ട്, സപ്പോർട്ടുണ്ട്. ഞങ്ങൾക്ക് അവരെ തീർക്കും. ഞാൻ അവർ പൊന്തില്ല, ഉണ്ടെങ്കിൽ തന്നെ അവർ പൊന്തില്ല. അവർക്ക് ആ രീതിയാണ്. പ്രതിപക്ഷ പാർട്ടികളോടൊക്കെ ഇതിൽ യാതൊരു അഭിപ്രായമില്ല? അവരോട് ഞങ്ങൾക്കൊരു അഭിപ്രായമില്ല. അവരോട് പല നോളങ്ങൾ പറയുന്നു. അവരങ്ങനെയാണ് ഇവയാണ്. അതല്ല, ഗ്രൗണ്ടിൽ കാണിക്കും. ഗ്രൗണ്ടാണ് നമുക്ക് മെയിൻ. ഗ്രൗണ്ടിലില്ലെങ്കിൽ പ്രതിപക്ഷം എന്താ? മോദിയല്ല എല്ലാം ഞങ്ങൾക്ക് ചെയ്തു തരുന്നത്. ഞങ്ങൾക്ക് ശമ്പളം കൂട്ടിയത് മോദിയാണ്. ഒരു മറ്റുള്ള ഗവൺമെൻറ് ആരും കൂട്ടിയില്ല. വൺ റാങ്ക് വൺ പെൻഷൻ മോദിയാണ് ഔട്ട് ചെയ്തത്.
വേറൊരു ഗവൺമെൻറ് തരാമെന്ന് പറഞ്ഞാൽ തന്നില്ല. മോദിയോടാണ് കടപ്പാട്. കടപ്പാട് മോദിയാണ് 100%. വിശ്വാസം മോദിയാണ്. മോദിയാണ് സേന കംപ്ലീറ്റ് മോദിയോടെയാണ് ഇന്നത്തെ. കാരണം നിങ്ങൾക്ക് തന്നെ അറിയല്ലോ, ഇന്ന് മോദിയോടെയാണ് എല്ലാവരും. സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ട് വോട്ട് കിട്ടി? എല്ലാം വിമുക്ത പടമാരോ എല്ലാവരും സുരേഷ് ഗോപി വോട്ട് കൊടുത്ത അത് മോദി തന്നെയല്ലേ. ആ